കൗമാരപ്രായത്തിൽ പ്രണയവും സൗഹൃദവുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അക്കാലഘട്ടത്തിൽ മാതാപിതാക്കളെക്കാൾ കുട്ടികൾക്ക് അടുപ്പവും സ്നേഹവും കൂട്ടുകാരോടായിരിക്കും. ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും സൗഹൃദങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് പുതിയ തലമുറ. ഒരിക്കൽ പോലും നേരിട്ട് കാണാത്തവരായി മനസ്സും ശരീരവും പങ്കുവെക്കുന്നവർ. എന്നാൽ സോഷ്യൽ മീഡിയയിലെ പ്രണയക്കെണിയും അതിന് പിന്നിലുള്ള അപകടവും കുട്ടികൾ തിരിച്ചറിയാറുണ്ടോ? ഇൻസ്റ്റഗ്രാമിൽ അപരിചിതരിൽ നിന്നോ വ്യാജ പേരുകളിൽ നിന്നോ വരുന്ന സന്ദേശങ്ങളാണ് പല പെൺകുട്ടികളുടെയും ജീവിതം കീഴ്മേൽ മറിക്കുന്നത്. സൗഹൃദം നടിച്ച് വ്യക്തിപരമായ വിവരങ്ങളും ഫോട്ടോകളും ശേഖരിക്കും. ചാറ്റുകളിലൂടെ വിശ്വാസം നേടിയെടുക്കും. പിന്നീട് ബ്ലാക്ക് മെയിലിങ്ങും ഭീഷണിയും പീഡനവും. കോഴിക്കോട് നിന്ന് ഒരു മാസം മുൻപ് കാണാതായ 16-കാരിയെ തേടിയുള്ള അന്വേഷണത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ? അവരുടെ ഇൻസ്റ്റഗ്രാമിലെ സൗഹൃദങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാറുണ്ടോ? ഇതൊരു അപകടം പിടിച്ച കാലമാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് 16 വയസ്സുള്ള പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷമാണ് അവളുടെ ഇൻസ്റ്റഗ്രാം പ്രണയത്തെക്കുറിച്ച് രക്ഷിതാക്കൾ അറിയുന്നത്. പിന്നീട് പോലീസിൽ പരാതി നൽകി. അന്വേഷണ സംഘം പലയിടത്തും തിരച്ചിൽ നടത്തി. ഒടുവിൽ 16-കാരിയെ 36 ദിവസങ്ങൾക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് കണ്ടെത്തി. വീട്ടിൽ നിന്ന് അവളെ ഇറക്കിക്കൊണ്ടുപോയ 2 സുഹൃത്തുക്കളും വഴിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച അപരിചിതനായ യുവാവും തന്നെ പീഡിപ്പിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. കഴിഞ്ഞ മെയ് 15-നാണ് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 16-കാരിയെ കാണാതാകുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്ത് മറ്റൊരു കൂട്ടുകാരനുമായി കാറിലെത്തി രാത്രി 10:30-യോടെ പെൺകുട്ടിയെ വീട്ടുപടിക്കൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മാതാപിതാക്കളുടെ പരാതിയിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഒരു ബന്ധുവിന് വന്ന ഫോൺ കോൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ ആദ്യം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചതായി കണ്ടെത്തി. സുഹൃത്തുക്കളുടെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടി തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. ബസ്സിൽ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് കണ്ണൂരിലിറങ്ങിയ പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ വാഹനം കാത്തു നിൽക്കുന്നതിനിടെ മറ്റൊരു യുവാവ് തട്ടിക്കൊണ്ടുപോയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ബേക്കറി ഉടമയായ കൊളവലൂർ സ്വദേശിയായ യുവാവ് തന്റെ ജീവനക്കാർക്കായി വാടകയ്ക്കെടുത്ത വീട്ടിൽ പെൺകുട്ടിയെ താമസിപ്പിക്കുകയായിരുന്നു. വാടക വീട്ടിൽ രാപ്പകൽ ഭേദമന്യേ നിരവധി പേർ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ പോലീസിൽ പരാതി നൽകി. പരാതി അന്വേഷിക്കാനായി പോലീസ് വീട്ടിലെത്തിയതോടെ ബേക്കറി ഉടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. തുടർന്നാണ് യുവാവ് തന്നെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത്. തടങ്കലിൽ പാർപ്പിച്ച സമയത്ത് താൻ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയ കുട്ടിയെ കോഴിക്കോട് CWCക്ക് മുമ്പിൽ ഹാജരാക്കിയ ശേഷം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. ആദ്യം പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ 2 യുവാക്കൾ, തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ച യുവാവ്, ഇയാളോടൊപ്പം വാടക വീട്ടിൽ താമസിച്ച ജീവനക്കാരായ യുവതിയും യുവാവുമടക്കം 5 പേർക്കെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ആത്മീയതയുടെ മറവിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നവരെ എന്താണ് ചെയ്യേണ്ടത്? മലപ്പുറം ആദവനാട് സ്വദേശിയായ MK മുഹമ്മദ് എന്ന ഉസ്താദിനെതിരെ നിരവധി പരാതികളും കേസുകളുമുണ്ട്. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായി പ്രായപൂർത്തിയാകാത്ത 20ഓളം ആൺകുട്ടികളെയാണ് ഇയാൾ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയത്. തുടർച്ചയായി കേസുകൾ വന്നതോടെ ഒളിവിൽ പോയ പ്രതിയെ ബീഹാറിൽ നിന്നും പോലീസ് പിടികൂടി. വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതിയെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഇത്തരത്തിൽ ഒരു പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. നിരവധി പോക്സോ കേസുകളിലെ പ്രതിയായ മലപ്പുറം ആദവനാട് സ്വദേശി MK മുഹമ്മദ് ഉസ്താദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി ഇയാൾക്കെതിരെ 20ഓളം പോക്സോ കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രതിക്കെതിരെ 2 കേസുകൾ
രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ഉപയോഗിച്ച് മസാജ് ചെയ്യിപ്പിക്കലാണ് ഇയാളുടെ രീതി. കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായും വെളിപ്പെടുത്തലുണ്ട്. പലരും ഭയം കാരണം വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 14 കേസുകളും തിരൂരിൽ 4 കേസുകളും കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളുമാണ് നിലവിൽ പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബീഹാറിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. അജ്മീരിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒളിവിൽ പോയ പ്രതി പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കിയതോടെ ബീഹാറിലേക്ക് കടക്കുകയായിരുന്നു. നിലവിൽ വളാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ കോടതി നടപടികൾ പൂർത്തിയാക്കി കാസർഗോഡ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സംസ്ഥാനത്തു തന്നെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഒരു പ്രതിക്കെതിരെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇതാദ്യമായാണ്. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് 18 കാസർഗോഡ്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് നൽകേണ്ടത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ 3 വർഷം മുൻപ് 14-കാരനെ പീഡിപ്പിച്ച കേസ് ആ നാട്ടുകാർക്കിടയിൽ ഞെട്ടലുളവാക്കിയ സംഭവമായിരുന്നു. കേസിൽ പ്രതിക്ക് കോടതി 32 വർഷം തടവും 80,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. തിരുവമ്പാടി പുന്നക്കൽ സ്വദേശി സുധാകരനെയാണ് കോഴിക്കോട് ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 63-കാരനായ പ്രതി ഇനി പുറം ലോകം കാണരുതെന്ന സന്ദേശത്തോടെയാണ് കോടതിയുടെ നടപടി. ൽ 14 വയസ്സുകാരനെ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ. 63 വയസ്സുകാരനായ തിരുവമ്പാടി പുന്നക്കൽ സ്വദേശി ഇടയിലെ വീട്ടിൽ സുധാകരന് 32 വർഷം തടവ് ശിക്ഷയും 80,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. കോഴിക്കോട് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് വിധി പറഞ്ഞത്. വർഷം മുൻപ് തിരുവമ്പാടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റിലായ പ്രതിക്ക് പിന്നീട് ജാമ്യം ലഭിച്ചിരുന്നു. തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ SHO സുമിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ശിക്ഷ വിധിച്ചതോടെ പ്രതിയെ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 മുക്കം. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ്റെ സ്കൂൾ ബാഗിലെ വാട്ടർ ബോട്ടിലിൽ വാറ്റ് ചാരായം. ഇത് കേട്ടപ്പോൾ തന്നെ ഞെട്ടലുണ്ടായില്ലേ? ഇക്കാലത്ത് ചാരായം മാത്രമല്ല, ലഹരി വസ്തുക്കളും കുട്ടികളുടെ ബാഗുകളിൽ കാണാം. അധ്യാപകർ വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ചാരായം കണ്ടെത്തിയത്. 15-കാരനെ ചോദ്യം ചെയ്തപ്പോൾ സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയാണ് തൻ്റെ ബാഗിൽ ചാരായം വെച്ചതെന്നായിരുന്നു മൊഴി. അനധികൃതമായി വ്യാജമദ്യം കൈവശം വെച്ചതിന് മദ്യം സ്കൂളിലേക്ക് കൊണ്ടുവന്ന കുട്ടിയെയും അത് ബാഗിൽ സൂക്ഷിച്ച വിദ്യാർത്ഥിയെയും ജുവനൈൽ കോടതി ഹാജരാക്കി. മറ്റ് വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ ചാരായം എത്തിച്ചു നൽകിയിട്ടുണ്ടെന്നും അധ്യാപകർക്ക് വിവരം ലഭിച്ചു. വാറ്റ് ചാരായം ഉണ്ടാക്കുന്നത് രണ്ടാനച്ഛൻ എന്നാണ് കുട്ടി പോലീസിനോട് പറഞ്ഞത്. ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. സ്കൂൾ കുട്ടികളിൽ ചിലർ മദ്യം ഉപയോഗിക്കുന്നുവെന്ന് രഹസ്യവിവരം ലഭിച്ചതോടെയാണ് അധ്യാപകർ കുട്ടികളുടെ ബാഗ് പരിശോധിച്ചത്. വാട്ടർ ബോട്ടിലിൽ ചാരായം കണ്ടെത്തിയതോടെ കുട്ടിയെ അധ്യാപകർ ചോദ്യം ചെയ്തു. സഹപാഠി എത്തിച്ചു നൽകിയതാണെന്നാണ് വിദ്യാർത്ഥി പറഞ്ഞത്. മറ്റു കുട്ടികൾക്കും ഇത്തരത്തിൽ ചാരായം എത്തിച്ചു നൽകിയിട്ടുണ്ടെന്നും അധ്യാപകർക്ക് വിവരം ലഭിച്ചു. ഇതോടെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. വാറ്റുചാരായം ഉണ്ടാക്കുന്നത് രണ്ടാനച്ഛനാണെന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ വിദ്യാർത്ഥിയുടെ വീടിന് സമീപത്തെ തോട്ടത്തിൽ നിന്നും 56 കുപ്പി വാറ്റുചാരായം പിടികൂടി. കട്ടിപ്പാറ ചമൽക്കേളൻ മൂലയിലെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് 2 ചാക്കുകളായി സൂക്ഷിച്ചിരുന്ന 28 ലിറ്റർ ചാരായം താമരശ്ശേരി പോലീസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ ചമൽക്കേളൻ മൂല സ്വദേശി പൂവന്മല രമേശിനെതിരെ അബ്കാരി ആക്ട് പ്രകാരം താമരശ്ശേരി പോലീസ് കേസെടുത്തു. ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. അനധികൃതമായി വ്യാജമദ്യം കൈവശം വെച്ചതിനും കൈകാര്യം ചെയ്തതിനും മദ്യം സ്കൂളിലേക്ക് കൊണ്ടുവന്ന കുട്ടിയെയും അത് ബാഗിൽ സൂക്ഷിച്ച കുട്ടിയെയും ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം
സ്കൂൾ സംരക്ഷണ സമിതിയുടെ യോഗം അവസാനിക്കാനിരിക്കെ ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് വ്യാജമദ്യം കൊണ്ടുവരുന്നതായി അധ്യാപിക സംശയം പ്രകടിപ്പിച്ചതാണ് പരിശോധനയ്ക്ക് വഴിതെളിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. സ്ഥിരം സംഘർഷവേദിയായി മാറുകയാണ് മലപ്പുറം വെട്ടിച്ചിറയിലെ ടോൾ പ്ലാസ. ഇവിടുത്തെ ജീവനക്കാർ ഗുണ്ടകളെ പോലെയാണ് യാത്രക്കാരോട് പെരുമാറുന്നത്. ഫാസ്ടാഗ് തർക്കത്തെ തുടർന്ന് യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ കഴിഞ്ഞ ദിവസവും സംഘർഷമുണ്ടായി. ഈ മാസം നിരവധി തവണയാണ് ടോൾ പ്ലാസയിൽ ജീവനക്കാരും നാട്ടുകാരും ഏറ്റുമുട്ടിയത്. ടോൾ പ്ലാസ ജീവനക്കാർ മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന് പോലീസും പറയുന്നു. ടോൾ പിരിവിനെ ചൊല്ലി തർക്കമുണ്ടായാൽ യാത്രക്കാരെ അസഭ്യം പറയുന്നതും വാഹനം തല്ലി തകർക്കുന്നതുമാണ് ടോൾ പ്ലാസയിലെ ജീവനക്കാരുടെ രീതി. ടോൾ പിരിവ് ആരംഭിച്ച അന്ന് മുതൽ സംഘർഷമുണ്ടാകാത്ത ഒരു ദിവസം പോലും വെട്ടിച്ചിറ ടോൾ പ്ലാസയുടെ ചരിത്രത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല. കാരണം അത്രത്തോളം സംഘർഷങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വാർത്തയായതും അല്ലാത്തതുമായ ഒട്ടനവധി സംഘർഷങ്ങൾ ടോൾ പ്ലാസ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുണ്ടായിട്ടുണ്ട്. ടോൾ പിരിവിനെ ചൊല്ലി തർക്കമുണ്ടായാൽ ഉടൻ യാത്രക്കാരെ അസഭ്യം പറയുന്നതും വാഹനം തല്ലി തകർക്കുന്നതുമാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയിലെ ജീവനക്കാരുടെ രീതി. ഇതോടെ യാത്രക്കാരും തിരിച്ചു കയ്യേറ്റം ചെയ്യും. കഴിഞ്ഞ ദിവസവും ടോൾ പിരിവിനെ ചൊല്ലി വെട്ടിച്ചിറയിൽ സംഘർഷമുണ്ടായി. ഫാസ്ടാഗ് സ്കാൻ ചെയ്യുന്നതിലെ സാങ്കേതിക പിഴവിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണമായത്. തർക്കം തീർന്ന് ടോൾ ഗേറ്റ് തുറന്ന് കാർ മുന്നോട്ടെടുക്കുന്നതിനിടെ ജീവനക്കാരൻ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് കാറിൽ അടിച്ചതാണ് പ്രകോപനമായത്. വണ്ടി ഉപയോഗിച്ചുള്ള അടിയിൽ കാറിന്റെ ടെയിൽ ലാമ്പ് പൊട്ടുകയും ചെയ്തു. ഇതോടെ കാർ യാത്രക്കാരും നാട്ടുകാരും ജീവനക്കാർക്കെതിരെ തിരിയുകയായിരുന്നു. ടോൾ പ്ലാസയ്ക്കെതിരെ നാട്ടുകാർ വ്യാപക പരാതിയാണ് ഉന്നയിക്കുന്നത്. ജീവനക്കാർ മോശമായി പെരുമാറുന്നതായും അസഭ്യം പറയുന്നതും ആക്രമിക്കുന്നതും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതര സംസ്ഥാനക്കാരായ പല ടോൾ പ്ലാസ ജീവനക്കാരുടേതും മോശം പെരുമാറ്റമാണെന്ന് പോലീസും പറയുന്നു. ന്യൂസ് 18 തിരൂർ. കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ജോസ് മാത്യു എന്ന എരുമാട് ജോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ കവർച്ചയ്ക്കിറങ്ങുന്നത്. മോഷ്ടിച്ച പണം ഷെയർ മാർക്കറ്റുകളിൽ നിക്ഷേപിക്കും. ലക്ഷറി ഹോട്ടലുകളിൽ താമസം, വിലപിടിപ്പുള്ള മദ്യമേ കുടിക്കൂ, വില കൂടിയ മൊബൈൽ ഫോണും ബ്രാൻഡഡ് കമ്പനിയുടെ വസ്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ. കഴിഞ്ഞ മാസം മലപ്പുറം വണ്ടൂരിൽ ജ്വല്ലറിയിൽ നിന്ന് പണവും ലക്ഷങ്ങൾ വിലമതിക്കുന്ന വെള്ളിയും മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജോസിനെ കളമശ്ശേരിയിൽ വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 20-നായിരുന്നു മോഷണം. മേലാസകലം മറച്ചെത്തിയ കള്ളന്റെ ദൃശ്യങ്ങൾ കടയിലെ CCTVയിൽ നിന്ന് ലഭിച്ചിരുന്നു. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS നേതൃത്വത്തിൽ നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു. അന്വേഷണ സംഘം വണ്ടൂരിലെ വിവിധ കടകളിലെയും പെരിന്തൽമണ്ണ, പാലക്കാട്, കോഴിക്കോട്, ഗൂഡല്ലൂർ ഭാഗങ്ങളിലെയും 300-ൽ പരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും നിരവധി ആളുകളെ ചോദ്യം ചെയ്തുമാണ് കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതി കളമശ്ശേരിയിലുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ നിതീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോട്ടയ്ക്കൽ, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി മോഷണങ്ങൾ നടത്തി തവനൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞു വരികയായിരുന്ന ജോസ് കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് ജാമ്യത്തിലിറങ്ങിയത്. മെയ് 15-ന് മോഷണത്തിനായി വണ്ടൂരിലെത്തുകയും ചെയ്തു. ജ്വല്ലറി നിരീക്ഷിച്ചു. ആൾതാമസമില്ലാത്ത കെട്ടിടത്തിന് മുകളിലാണ് പ്രതി താമസിച്ചിരുന്നത്. മെയ് 20-ന് പുലർച്ചെ 1 മണിക്ക് ജ്വല്ലറിയുടെ പുറകുവശത്തെത്തി കമ്പിപ്പാര കൊണ്ട് ചുമർ തുരക്കുകയായിരുന്നു. ജ്വല്ലറിയുടെ ഉള്ളിൽ കയറി 7 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള വെള്ളിയാഭരണങ്ങൾ കവർന്നു. പിന്നീട് വേഷം മാറി രാവിലെ ബസ്സിൽ പെരിന്തൽമണ്ണയിലേക്കും അവിടെ നിന്നും പാലക്കാട്ടേക്കും പോയി. കോയമ്പത്തൂർ, സേലം തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിയാണ് ആഭരണങ്ങൾ വിറ്റത്. 4.5 ലക്ഷം രൂപയ്ക്ക് ഇവ വിറ്റ് ആഡംബര ജീവിതം ആരംഭിച്ചു. ലക്ഷറി റൂം, വിലപിടിപ്പുള്ള മദ്യം, സ്പാ, വില കൂടിയ മൊബൈൽ ഫോൺ, ബ്രാൻഡഡ് കമ്പനിയുടെ ആഭരണങ്ങൾ തുടങ്ങി അത്യാഡംബരമായാണ്
പ്രതി ജീവിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. തമിഴ്നാട് സ്വദേശിയുടെ പേരിൽ വ്യാജ സിം കാർഡ് സംഘടിപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കളമശ്ശേരിയിൽ പ്രീമിയം ലോഡ്ജിൽ മത്സ്യകൃഷിയുടെ ഓഫീസറാണെന്ന് പറഞ്ഞാണ് പ്രതി താമസിച്ചിരുന്നത്. മോഷണം മുതൽ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയിരുന്നു. മുൻകാല മോഷണങ്ങളിലൂടെ 70 ലക്ഷം രൂപയോളം പ്രതി ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുമായി 100-ലേറെ കേസുകളിൽ പ്രതിയാണ് ജോസ് മാത്യു എന്നും പോലീസ് പറയുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിരവധി ആയുധങ്ങളാണ് പോലീസ് കണ്ടെടുത്തത്. എറണാകുളം പറവൂരിൽ ഒരു വലിയ ജ്വല്ലറി മോഷണത്തിന് പദ്ധതി തയ്യാറാക്കി വരികയായിരുന്നു പ്രതിയെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. ബീഹാറിൽ നിന്ന് ട്രെയിൻ മാർഗം കേരളത്തിലെത്തി കവർച്ച, പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ ട്രെയിനിൽ തന്നെ രക്ഷപ്പെടൽ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള അടച്ചിട്ട വീടുകൾ തുടർച്ചയായി നടന്ന മോഷണ കേസുകളിലാണ് ഈ അന്തർ സംസ്ഥാന മോഷണ സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചത്. 1 മാസത്തിനിടെ നടന്ന സമാന രീതിയിലുള്ള കവർച്ചകളെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ വലയിലായി. ഈ കവർച്ചാ സംഘം പിടിയിലായതോടെ നിരവധി മോഷണ കേസുകൾക്ക് തുമ്പുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ബീഹാർ കിഷൻഗഞ്ച് സ്വദേശികളായ മുഹമ്മദ് മിനാറുൽ ഹക്ക്, മുഹമ്മദ് മുസിബർ എന്നിവരെയാണ് തമിഴ്നാട്ടിലെ ചെങ്കപ്പള്ളി ടോൾ ബൂത്തിന് സമീപത്തു നിന്നും പാലക്കാട് ഹേമാംബിക നഗർ പോലീസ് പിടികൂടിയത്. കാവിൽപ്പാട് ലക്ഷ്മി നഗർ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപമുള്ള ലാൽ നഗർ എന്നിവിടങ്ങളിൽ 1 മാസത്തിനിടെ നടന്ന സമാന രീതിയിലുള്ള മോഷണങ്ങളെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കഴിഞ്ഞ മെയ് 30-ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം ലാൽ നഗറിലെ IRS ഉദ്യോഗസ്ഥനായ ബേർജാസ് മുഹമ്മദിന്റെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 40,000 രൂപ ഇവർ കവർന്നിരുന്നു. ഈ മോഷണത്തിന് ശേഷം നാട്ടിലേക്ക് കടന്ന പ്രതികൾ വീണ്ടും കേരളത്തിലെത്തുകയും കാവിൽപ്പാട് പ്രേം കൃഷ്ണ എന്നയാളുടെ പൂട്ടിക്കിടന്ന വീടിന്റെ പിൻവാതിൽ കുത്തിപ്പൊളിച്ച് അകത്തുകയറി സ്വർണവും പണവും കവരുകയും ചെയ്തു. മോഷണത്തിന് ശേഷം ട്രെയിൻ മാർഗം ബീഹാറിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് സംഘം ഇവരെ പിന്തുടർന്ന് പിടികൂടിയത്. പ്രതികളെ നമ്മൾ ചെങ്ങപ്പള്ളി ടോളിന് സമീപം വെച്ച് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ബാഗ് നോക്കിയപ്പോൾ ടൂൾസ് കിട്ടി. പിന്നെ അവരപ്പോൾ തന്നെ കൺഫസ് ചെയ്തു. ഏകദേശം 7 പവനും 6 ഗ്രാം ആണ് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നത്. ഗോൾഡ് എവിടെയും റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നിലവിൽ അത് ഒരു പ്രതിക്ക് മിനാറുൽ ഹക്കിനാണ് ഒരു കേസുള്ളത് കോഴിക്കോട് മേപ്പേർ സ്റ്റേഷനിൽ. വേറെ രണ്ടാമത്തേക്ക് വേറെ കേസുകൾ നിലവിൽ റിപ്പോർട്ടായിട്ടില്ല. റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം പൂട്ടിക്കിടക്കുന്ന വീടുകൾ കൃത്യമായി നിരീക്ഷിച്ച് മോഷണം ആസൂത്രണം ചെയ്യുകയാണ് പ്രതികളുടെ രീതി. കവർച്ച നടത്തിയ ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി സ്വന്തം നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതിനാലാണ് പോലീസ് ഇതുവരെ ഇവരെ പിടികൂടാൻ കഴിയാതിരുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഒരിക്കൽ ജയിലിൽ കിടന്നവർ വീണ്ടും കുറ്റകൃത്യത്തിലേർപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? അവിടുത്തെ സുഖജീവിതവും സുഭിക്ഷമായ ഭക്ഷണവുമാണോ? തിരുവല്ല സ്വദേശി സ്റ്റാൻ വർഗീസിനെ ഇപ്പോൾ ജയിലെന്നാൽ സ്വന്തം വീട് പോലെയാണ്. കൊലപാതകം, മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസുകൾ. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ വീണ്ടും കേസുകൾപ്പെടും. അങ്ങനെ ജയിലിലുമാകും. പത്തനംതിട്ട കല്ലൂപ്പാറയിലെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്നതാണ് ഒടുവിലത്തെ കേസ്. മോഷണത്തിന് ശേഷം കടന്നു കളഞ്ഞ പ്രതിയെ ഈരാറ്റുപേട്ടയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കല്ലൂപ്പാറ പുതുശ്ശേരിയിൽ മാർച്ച് 17 നടത്തിയ മോഷണത്തിലാണ് തിരുവല്ല തുകലശ്ശേരി സ്വദേശി സ്റ്റാൻ വർഗീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലൂപ്പാറ പുതുശ്ശേരിയിലെ ഒരു വീട്ടിൽ നിന്നും 22,62,000 രൂപ വിലമതിക്കുന്ന സ്വർണവും ക്യാമറയും ഇലക്ട്രോണിക് സാധനങ്ങളും ഉൾപ്പെടെയാണ് പ്രതി കവർന്നത്. മോഷണത്തെ തുടർന്ന് കീഴ്വായൂർ പോലീസ് സംഭവസ്ഥലത്തെയും പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഈരാറ്റുപേട്ട പോലീസിന്റെ സഹായത്തോടെ തുകലശ്ശേരി സ്വദേശി സ്റ്റാൻ വർഗീസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്റ്റാൻ വർഗീസ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ മോഷണം, കൊലപാതക ശ്രമം ഉൾപ്പെടെ 7ഓളം കേസുകളിലും കോയിപ്പുറം, അങ്കമാലി, ചെങ്ങന്നൂർ, ഈരാറ്റുപേട്ട സ്റ്റേഷനുകളിലായി മോഷണം ഉൾപ്പെടെയുള്ള 15ഓളം കേസുകളിലും പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 പത്തനംതിട്ട. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തേക്ക് സ്വർണ്ണക്കടത്ത് വീണ്ടും സജീവമാവുകയാണ്. ഇതോടെ വിമാനത്താവളങ്ങളിൽ കസ്റ്റംസും പുറത്ത് പോലീസും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കരിപ്പൂരിൽ കസ്റ്റംസിനെ വെട്ടിച്ച് എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ച് കടത്തിയ 1 കിലോയിലധികം സ്വർണം പോലീസ് പിടികൂടി. ദുബായിൽ നിന്ന് ഫ്ലൈനസ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മലപ്പുറം കീഴ്ശ്ശേരി സ്വദേശി അസ്ലമാണ് വലയിലായത്. സ്വർണ്ണക്കട്ടികളുടെ രൂപത്തിൽ കടത്താൻ ശ്രമിച്ച 1 കിലോയിലധികം സ്വർണം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. മലപ്പുറം SP നിർദ്ദേശപ്രകാരമുള്ള സ്പെഷ്യൽ ടീമാണ് സ്വർണം പിടികൂടിയത്. രാവിലെ 9 മണിയോടെയാണ് സംഭവം. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ അസ്ലമിനെ പോലീസ് പിടികൂടുകയായിരുന്നു. ആദ്യഘട്ട പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് പോലീസ് ലഗേജുകൾ വിശദമായി പരിശോധിച്ചു. ലഗേജിനകത്ത് എമർജൻസി ലാമ്പിനുള്ളിലായിരുന്നു സ്വർണം ഒളിപ്പിച്ചിരുന്നത്. എമർജൻസി ലാമ്പിനുള്ളിലെ ബാറ്ററി വയ്ക്കുന്നിടത്താണ് സ്വർണ്ണക്കട്ടികൾ അട്ടിയട്ടിയായി പാക്ക് ചെയ്തു വെച്ചിരുന്നത്. 110 ഗ്രാം വീതമുള്ള 10 കട്ടികളായിട്ടായിരുന്നു സ്വർണം ഒളിപ്പിച്ചിരുന്നത്. അസ്ലം കടത്തുന്ന സ്വർണം കൊണ്ടുപോകാൻ എത്തിയതെന്ന് കരുതുന്ന 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ താമരശ്ശേരി സ്വദേശികളാണ്. ഇയാൾക്ക് സ്വർണ്ണക്കടത്തിന് വിമാനത്താവളത്തിനുള്ളിൽ നിന്നും കസ്റ്റംസിന്റെ സഹായം ലഭിച്ചതായും പോലീസ് കരുതുന്നു. അസ്ലമിനെ വിശദമായ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം. തൃശ്ശൂരിലും പാലക്കാടും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സഞ്ചരിക്കുന്ന ബാർ. കൊച്ചിയിൽ ലഹരി മാഫിയയുടെ കണ്ണികളായി യുവദമ്പതികൾ. കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസ് പാഴ്സൽ വഴി ലഹരി ഇടപാട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പോലീസും എക്സൈസും നടത്തിയ പരിശോധനയിലാണ് വൻ മയക്കുമരുന്ന് വേട്ട നടന്നത്. എറണാകുളത്ത് 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ദമ്പതികളിൽ നിന്നും പിടിച്ചെടുത്തു. പാലക്കാട് കണ്ണമ്പുറയിൽ ആപ്പ ഓട്ടോറിക്ഷയിൽ മദ്യം വിറ്റിരുന്നയാൾക്ക് പിടിവീണത് എക്സൈസിൻ്റെ പരിശോധനയിലാണ്. മലപ്പുറത്ത് ചില്ലറ വിൽപ്പനക്കാർക്കായി കൊണ്ടുവന്ന 16 കിലോ കഞ്ചാവുമായി മേലാറ്റൂർ സ്വദേശി അറസ്റ്റിലായി. എറണാകുളം റൂറൽ SP നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫ് സംഘവും പോലീസും ചേർന്നാണ് വൻ ലഹരിവേട്ട നടത്തിയത്. വൈപ്പിൻ ആറുകാട് സ്വദേശിയായ ആയുസിനെയും ഭാര്യ അനീക്കയും അറസ്റ്റ് ചെയ്ത പോലീസ് ഇവരിൽ നിന്ന് 18 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തു കണ്ടെത്തിയത്. സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപിച്ചു കിടക്കുന്ന ലഹരി വിതരണ ശൃംഖലയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമീപകാലത്ത് എറണാകുളം റൂറൽ പോലീസ് നടത്തിയ ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടകളിലൊന്നാണിത്. ഇവർക്ക് ഒരാളെ വലുതായിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ആളിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇവരെ മുകളിൽ ഇനി വലുതായിട്ടുള്ള കൺസൈൻമെന്റ് ഉള്ള ആളുകളുണ്ട്. ക്യാരിയേഴ്സ് അല്ല, ഇവർ സെയിൽ ചെയ്യാൻ വേണ്ടി തന്നെ വന്ന ഹോൾസെയിൽ ഡീലേഴ്സ് ആണ്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള രാത്രികാല പെട്രോളിങ്ങിനിടെയാണ് ആപ്പ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന ബാർ നടത്തിവന്ന പ്രതിയെ പിടിയിലായത്. പാലക്കാട് ആലത്തൂർ കണ്ണമ്പ്ര സ്വദേശി ഷാജിയാണ് 41 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. സ്ഥിരമായി മദ്യം വണ്ടിയിൽ കൊണ്ട് നടന്ന് വിറ്റിരുന്ന ഇയാൾ ആവശ്യക്കാർക്ക് വണ്ടിയിലിരുന്ന് മദ്യം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. മലപ്പുറം മഞ്ചേരി, പാണ്ടിക്കോട്, മേലാറ്റൂർ എന്നീ സ്ഥലങ്ങളിലെ ചില്ലറ കഞ്ചാവ് വിൽപ്പനക്കാർക്കായി കൊണ്ടുവന്ന 16.335 കിലോ കഞ്ചാവുമായാണ് മേലാറ്റൂർ എപ്പിക്കാട് സ്വദേശി നിഹാൽ മുഹമ്മദ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫ് ടീമും മഞ്ചേരി പോലീസും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പോലീസ് സംഘം തന്റെ വാഹനത്തെ പിന്തുടർന്നത് സംശയിച്ച് പ്രതി നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. തുടർന്ന് നാട്ടുകാർ സഹായത്തോടെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ബംഗളൂരിൽ നിന്നാണ് പ്രതി കഞ്ചാവ് എത്തിച്ചത്. കഞ്ചാവ് കൊണ്ടുവരാൻ സഹായം ചെയ്തവരെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൊല്ലങ്കോടും പാലക്കാടും എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പോസ്റ്റ് ഓഫീസ് പാഴ്സൽ വഴി 7 കിലോ കഞ്ചാവ് മേഘാലയയിൽ നിന്ന് വരുത്തിയ പ്രതിയെ പിടിയിലായത്.
പുത്തൂർ വെള്ളോളി ലൈനിൽ വാടക വീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്ന കൊല്ലങ്കോട് സ്വദേശി ജിജിറ്റ് ആണ് പിടിയിലായത്. കഴിഞ്ഞ ഫെബ്രുവരി 4-ന് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിൽ പാർസലായി എത്തിയ 7 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ജിജിറ്റ്. പുലർച്ചെ എക്സൈസ് സംഘം വീട് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് 2 വീടുകളിലുമായി 20ഓളം നായകളെ തുറന്നുവിട്ട അവസ്ഥയിലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് പറ്റികൾക്ക് ബിസ്ക്കറ്റും മറ്റും ഇട്ടുകൊടുത്ത് ശ്രദ്ധ തിരിച്ചാണ് എക്സൈസ് സംഘം അകത്ത് പ്രവേശിച്ചത്. ഇതിനിടയിൽ പ്രതി ടെറസ് വഴി ചാടി രക്ഷപ്പെടാനും ശ്രമം നടത്തി. പ്രതിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘാലയയിൽ നിന്ന് കഞ്ചാവ് അയച്ചവരെക്കുറിച്ചും സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ടി വീണയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. വീണയെ ED ചോദ്യം ചെയ്തത് 10 മണിക്കൂറോളം. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ക്രിക്കറ്റ് കോച്ചിന് രണ്ടാമത്തെ കേസിൽ 35 വർഷം കഠിന തടവും 65,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം വള്ളക്കടവ് ശ്രീവരാഹം സ്വദേശി M മനുവിനെയാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. മൂന്നാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ശിക്ഷ ശനിയാഴ്ച വിധിക്കും. മലപ്പുറത്ത് കാറിൽ വീണ്ടും അപകടകരമായ മോഡിഫിക്കേഷൻ. മലപ്പുറം ഒതുക്കുങ്ങലിൽ പുകക്കുഴലിൽ നിന്ന് തീ തുപ്പുന്ന കാറിൽ യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ് യാത്രക്കാരനിൽ നിന്നും 4 ലക്ഷം രൂപ തട്ടിയെടുത്തു. വാണിയംകുളം ചന്തയിലേക്ക് പശുക്കളെ വാങ്ങാൻ പോയ തൃക്കടിരി ചമ്മന്നൂർ സ്വദേശി അയ്യപ്പന്റെ പണമാണ് പോക്കറ്റടിച്ചു പോയത്. അയ്യപ്പന്റെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായ കാലഘട്ടമാണ് കൗമാരം. മനസ്സിൽ പല വികാരങ്ങളും ചിന്തകളും സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്ന പ്രായം. മാതാപിതാക്കളെക്കാൾ കൂട്ടുകാർക്ക് പ്രാധാന്യം നൽകുന്ന സമയം. ചെറിയ പ്രശ്നങ്ങളിൽ പോലും മനസ്സ് തകരാം, പഠനത്തിൽ പിന്നോട്ട് പോകാം. മനസ്സ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം തന്നെ കൈവിട്ടു പോകുന്നവരുമുണ്ട്. കാസർഗോഡ് +2 വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസ് ഒറ്റപ്പെട്ട സംഭവമല്ല. മീപ്പുഗിരി സ്വദേശിനി 17-കാരി പൃഥ്വികയാണ് മരിച്ചത്. എന്താണ് ആത്മഹത്യ കാരണമെന്ന് വ്യക്തമല്ല. നിങ്ങളുടെ കുട്ടികൾ ദേഷ്യവും നിരാശയും പ്രകടിപ്പിക്കുന്നവരാണോ? നിസ്സാര പ്രശ്നങ്ങളിൽ മനസ്സ് തകർന്നു പോകുന്നവരാണോ? എങ്കിൽ അതീവ ശ്രദ്ധയും കരുതലും വേണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.